guys. Guruvayur Ambalanadayil, directed by Vipin Das, written by Deepu Pradeep, and music by Anjit Menon. Prithviraj എന്നാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. നല്ല എക്സ്പെക്റ്റേഷൻ ഉള്ള മൂവി ആയിരുന്നു. കാരണം ഈ ഡയറക്ടറിൻ്റെ മുൻപത്തെ ആ ഫസ്റ്റ് മൂവി ജയ് ജയ് ഹേ ആണ് ആദ്യത്തെ മൂവി. നല്ലൊരു സൂപ്പർ ഡൂപ്പർ ഹിറ്റായിരുന്നു. അപ്പോൾ മൂവി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിടിലൻ മൂവിയാണ്. സ്റ്റാർട്ട് ടു എൻഡ് വരയ്ക്കും ഫുള്ളായിട്ടിരുന്ന് ചിരിച്ച് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. എന്ത് കാരണമായിരിക്കും കല്യാണം മുടങ്ങുന്ന കാര്യമൊക്കെ ഈ ടീസറിലും ട്രെയിലറിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്താണ് റീസൺ എന്നുള്ള കാര്യം അവരതിൽ കാണിച്ചിട്ടില്ലായിരുന്നു. അത് എന്താണ് റീസൺ എന്ന് തിയേറ്ററിൽ ഇരുന്ന് അറിഞ്ഞപ്പോൾ നല്ലൊരു ത്രില്ല് തോന്നി. കാരണം പെട്ടെന്ന് ആരും എക്സ്പെക്ട് ചെയ്യാത്തൊരു റീസൺ ആയിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ കയറി അതേ ഒരു വൈബ് എൻഡ് തീരുന്നവരേക്കും ആ ഒരു വൈബ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരിടത്ത് പോലും ലാഗോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. കുറേ നാളിന് ശേഷം ഒരു ഫുൾ കോമഡി എൻ്റർടൈനറാണ്. വേറെ ഇതിൽ ഇമോഷൻസോ സെൻറ്റിമെൻറ്റ്സോ കണ്ടു നനയുന്ന ഒരു സീൻസോ ഇല്ല. വൃത്തി ആയാലും ബേസിലായാലും രണ്ടുപേരും കോമഡി നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. എല്ലാ സീനും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചിരിച്ചു പോകും. കാരണം ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ കൊണ്ടെത്തിക്കുന്ന ആ ഒരു പ്ലോട്ടിലാണ്. അപ്പോൾ അതിന് അനുസരിച്ച് ഇവർ ഒപ്പം അഭിനയിക്കുന്നുണ്ട് നല്ലപോലെ. അപ്പോൾ ഒരുപാട് സീനിൽ ചിരിക്കാനായിട്ടുണ്ടായിരുന്നു. ഈ പഴയ സിനിമകളിലൊക്കെ ഉള്ള ഒരു കല്യാണ വൈബും ഒരു കല്യാണത്തിന് ചുറ്റിപ്പറ്റിയുള്ളൊരു കഥയും കുറേ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. എല്ലാവർക്കും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആരെയും വെറുതെ ചുമ്മാ എടുത്തിട്ടിരിക്കുന്നതല്ല. ഓരോ ചെറിയ ക്യാരക്ടേഴ്സിനും അവരുടേതായ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. കാരണം മ്യൂസിക്കെല്ലാം നല്ല ആ ഒരു സീനിനനുസരിച്ച് മ്യൂസിക് ഹൈപ്പ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. മ്യൂസിക്കിന് വലിയൊരു പങ്കുണ്ട്. കാരണം ആ ഒരു ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ആ ഒരു ബീറ്റും എല്ലാം ഒരു കറക്റ്റ് പോയിന്റ് ഔട്ടേക്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാം എന്താ പറയുക, ഇതിലെങ്ങനെ നെഗറ്റീവ് ആയിട്ട് പറയാനായിട്ട് നോക്കുകയാണെങ്കിൽ ഒന്നുമില്ല. നെഗറ്റീവായിട്ട് ഇങ്ങനെ ചെകഞ്ഞിരുന്ന് കണ്ടുപിടിച്ച് നോക്കേണ്ട ആവശ്യമില്ല ഇങ്ങനത്തെ ഒരു മൂവിക്ക്. ഇതൊരു പ്രോപ്പർ എൻ്റർടൈൻമെൻറ്റ് 100% നമുക്കത് എൻഗേജ് ചെയ്തിരുന്ന് സ്റ്റാർട്ട് ടു എൻഡ് വരെയും കാണാൻ പറ്റും. പൃഥ്വിരാജ്, ബേസിൽ, അനശ്വര, ബേസിലിൻ്റെ ഫ്രണ്ട്സായിട്ട് പറഞ്ഞ രോമാഞ്ചത്തിലൊക്കെ ഉള്ളൊരു ആ പയ്യുണ്ട്. രോമാഞ്ചത്തിലുള്ള 1-2 പേരുണ്ട്. ജഗദീഷ്, പൃഥ്വിരാജിൻ്റെ അമ്മ, ഓരോ ചെറിയ ക്യാരക്ടേഴ്സും കിടില വരുന്നു. ആ വീട്ടിലെ വേലക്കാരി അമ്മൂമ്മ വരെ കിടില വരുന്നു. ക്ലൈമാക്സ് ഒക്കെ നല്ലൊരു എല്ലാം കൂടെ കൊണ്ടുവച്ച് കൊളാക്കുമോ നമ്മളിങ്ങനെ നോക്കിയിരിക്കുമ്പോഴത്തേക്ക് അവർ കറക്റ്റ് ഒരു സെറ്റായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സിൽ വീണ്ടും ഒരു കോമഡി കൊണ്ടെത്തിച്ചിട്ടുണ്ട് വൃത്തി. അത് എക്സ്പെക്റ്റ് ചെയ്തില്ല ആ സാധനം. അത് കൊള്ളായിരുന്നു, കിടില വരുന്നു. എല്ലാവരും പോയി ടിക്കറ്റ് എടുത്തോ, മൂവിക്ക് കയറിക്കോ. എല്ലാവരും ഇത് തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം. ഇത് നടുക്കം നിന്റെ കമ്പറ